നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നാഗേന്ദ്രൻ നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുവാണ്. ഒടുവില് നാഗേന്ദ്രനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അനന്തപുരി കുടുംബത്തിൽ അറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് തന്നെ കണ്ടു. ഒടുവില് നാഗേന്ദ്രനോ തന്റെ ശിങ്കിടികളെ വിളിച്ചു പറയണം അവളെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞേക്കാൻ നന്ദു ഇത് കേട്ടു. നന്ദുവിന് മനസ്സിലായി ഈ പറയുന്ന AN ജ്വല്ലറിയുടെ തലപ്പത്തുള്ള ഏതോ ഒരുത്തനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ ആരാ എന്താണെന്നും അറിയില്ല. ഒരുപക്ഷെ ആദർശേണ്ട കാണിച്ച ആ ഫോട്ടോയ്ക്കകത്തുള്ളവൻ തന്നെ ആയിരിക്കും ഇവന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നന്ദുവിന് എന്ത് ചെയ്യാൻ പറ്റും? നന്ദുവിന്റെ കൈയൊക്കെ കൂട്ടി ബന്ധിച്ചിരിക്കുവാണ്. ആ സമയത്ത് ഒരു ഗുണ്ട എന്ത് ചെയ്തു? വലിയൊരു കത്തിയൊക്കെ ആയിട്ട് നന്ദുവിന്റെ അരിയിലേക്ക് വരുക. എടി, ഇനി നിനക്ക് ആയുസില്ല. നിന്റെ ആയുസ് ഇവിടെ കൊണ്ട് തീർന്നു. ഇനിയിപ്പൊ നിനക്ക് അങ്ങേ ലോകത്തേക്ക് പോവാം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണ്. ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നോ? ഈ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ആദർശിന് വേണ്ടുന്ന വിവരങ്ങളൊക്കെ നമിത കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നവ്യക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദർശിന് കൃത്യസമയത്ത് തന്നെ എത്താൻ പറ്റുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ ആദർശ് എത്തി. അവൻ കത്തി ഓങ്ങുന്നതിന് മുമ്പ് തന്നെ ആദർശ് അവനെ വന്ന് നേരിടുവാണ്. അപ്പോഴേക്കും ബാക്കി ഗുണ്ടകളും കൂടെ ചാടി ഇറങ്ങി ആദർശ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇടയ്ക്ക് നന്ദുവിന്റെ കയ്യിലെ കെട്ടഴിച്ചു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? നന്ദു ആദർശും കൂടെ ചേർന്നിട്ട് അവരെയൊക്കെ നിലംപരിശാക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, സത്യം പറയടാ, നിന്നെയൊക്കെ ആരടാ ഇങ്ങോട്ടേക്ക് വിട്ടേന്ന് ചോദിച്ചു. അവന്മാർക്ക് പക്ഷെ ആരാ എന്താണെന്നും അറിയത്തില്ല. അവന്മാർക്ക് ഒരു ഫോൺ നമ്പർ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്തുള്ളൂ, അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആദർശേട്ടാ, ഇവന്മാരെ പിടിച്ച് ലോക്കപ്പിലിടണം. ഇവന്മാര് സത്യം പറയുമല്ലോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്മാരെന്ത് ചെയ്തു? ഓടി രക്ഷപ്പെടുവാണ്. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, സാരമില്ല നന്ദു, ഇനി ആ പിന്നാലെ പോകാൻ നോക്കണ്ട. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ ഭാഗ്യം. അല്ല, ആദർശേട്ടൻ എങ്ങനെയാ മനസ്സിലായത് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം? അത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മുമ്പ് എനിക്ക് മെസ്സേജ് വരുന്നേ, നിനക്ക് ആപത്തുണ്ടാവെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നിന്നെ കുറെ ആൾക്കാർ ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ട് വന്നിട്ടുള്ള കൃത്യമായിട്ട് വിവരവും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയെന്ന് പറഞ്ഞു. നന്ദുവിന് മനസ്സിലായി ആരോ മറിഞ്ഞിരുന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷെ ആരാ എന്താണെന്നും അറിയത്തില്ല. അതിനെക്കുറിച്ച് അവർ അറിവില്ല. ഈ സമയത്തെല്ലാം നവി ഭയങ്കര ടെൻഷനിലാണ്. ദൈവമേ, അവിടെ എത്തിക്കാണുമോ? ആദർശേണ്ണ എത്തിയിട്ട് നന്ദുവിനെ രക്ഷിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ആ ഒരു ടെൻഷനിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആദർശ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിപ്പോ നയന വെച്ചു, ആദർശേട്ട എന്താ സംഭവിച്ചേ? ആദർശേട്ട എങ്ങോട്ടാ പോയത്? അത് പിന്നെ നന്ദുവിൻ്റെ ഒരു ആപത്തുണ്ടായിരുന്നു. നന്ദുവിന് എന്നിട്ടോ? അത് കൃത്യസമയത്ത് തന്നെ ഞാൻ അവിടെ എത്തിയതുകൊണ്ട് നന്ദുവിനെ രക്ഷിക്കാനായിട്ട് പറ്റി. അല്ല, നന്ദുവിന് ആരാ? അതോ AN ജ്വല്ലറിക്കാർ തന്നെ, അല്ലാതെ വേറെ ആരാ? AN ജ്വല്ലറിയുടെ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ പിടികൂടിയില്ല അവിടെ റെയ്ഡ് നടത്തിയിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ദേഷ്യം അവന്മാർ തീർത്താ നന്ദുവിനോട്. അല്ല, അപ്പൊ ആദർശേട്ടൻ എങ്ങനെ? എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കൃത്യസമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് സഹായിക്കുന്ന ഒരു അജ്ഞാത, അല്ലെങ്കിൽ അജ്ഞാത ആരാ എങ്ങനെയൊന്നും അറിയത്തില്ല, അവര് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എനിക്ക് എത്താൻ പറ്റി. നന്ദുവിനെ ആരോ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാ പറഞ്ഞേ. AN ജ്വല്ലറിക്കെതിരെ നീങ്ങുന്നതിനുള്ള ശിക്ഷയാന്നും പറഞ്ഞിട്ട് നന്ദുവിനെ കൊല്ലാനായിരുന്നു അവരുടെ ശ്രമം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നയനെ, ഇതിന് മുകളിൽ ഈ ഡേവിഡിന്റെ മുകളിൽ ആരോ ഒരാളുണ്ട്. ഒരു പക്ഷേങ്കിൽ അന്ന് ആ ഫോട്ടോ സേവിയർ വരച്ചു തന്നില്ലേ, ഒരു പക്ഷെ ആ ഫോട്ടോയ്ക്കുള്ളിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാത്ര ചേട്ടാ, നമുക്കെല്ലാം അറിയില്ലാത്തോളൂ, അച്ഛനും അമ്മയൊന്ന് കാണിച്ചാലോ? അത് കേട്ടപ്പോൾ ആദർശിന് തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അവർക്കറിയാമെങ്കിലോ. മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അച്ഛൻ അറിയാതിരിക്കില്ല. അച്ഛൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കിയേ, അച്ഛന് വല്ല അറിവുണ്ടോ കണ്ടുപിടിച്ചുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശിന് തോന്നി അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ആദർശ് ജയന്റെ ഫോണിലേക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്തിട്ട് ഇയാളെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നന്ദു ഫോൺ ഓണായി കഴിഞ്ഞപ്പോഴത്തേനും അനിയുടെ കുറെ മെസ്സേജുകളും കാര്യങ്ങളും വന്നു. അനി വോയിസ് മെസ്സേജ് ഇട്ടേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനെ നന്ദു തിരിച്ചു വിളിച്ചപ്പോൾ അനി പറഞ്ഞു, നീ ഇതെവിടെയായിരുന്നു? എത്ര സമയമായിട്ട് നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് ആ പാട് ടെൻഷനായി. ഇനി വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അത് പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ചെറിയ പ്രശ്നം എന്ത്? അത് പിന്നെ വരുന്ന വഴി ഉണ്ടായ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാം. അത് കേട്ട് ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അനി പറഞ്ഞു, അതെ, വല്ല കുഴപ്പമുണ്ടോ?
ഞാൻ വരണോന്നൊക്കെ ചോദിച്ചു. ഏയ് ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല, ഇത് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആദർശേട്ടൻ കൃത്യസമയത്ത് വന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു വീട്ടിലേക്ക് വരുവാണ്. അപ്പം നന്ദുവിൻ്റെ നെറ്റിയിലെ ആ പാടും കാര്യങ്ങളും എല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കനകയും ഗോവിന്ദനും ഞെട്ടിപ്പോയി. കാര്യങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഒന്നും മറച്ചു വെച്ചില്ല, ഉള്ള സത്യങ്ങൾ പറഞ്ഞു. കുറെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ച കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും കനക പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ ജോലി വേണ്ടാന്ന്. ഇത് അപകടം പിടിച്ച ജോലിയാ, അതെങ്ങനെയാ സമ്മതിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗോവിന്ദേട്ട നന്ദുവിനോട് പറ, ഇനി ഈ ജോലി വേണ്ടെന്ന് പറ. നമുക്ക് നന്ദുവിന്റെ ജീവിതമല്ലേ വലുത്, അല്ലാതെ ഈ ജോലിയും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നന്ദു പറഞ്ഞു, അങ്ങനെ പേടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനല്ലേ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് എന്താണെങ്കിലും ഈ ജോലി കളയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വാങ്ങിച്ച ജോലിയാ. ജ്വല്ലറിക്കാരുമായിട്ട് മല്ലടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ആപത്തുകളൊക്കെ സംഭവിക്കും, അത് സ്വാഭാവികം അമ്മേ. എന്നാലും മോളെ നിനക്ക് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് കയറിപ്പോയി. കനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കനക ഗോവിന്ദനോട് ഓരോന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പൊ തോന്നുന്നുണ്ട്. എനിക്ക് പേടിയാ ഇപ്പൊ നന്ദൂട്ടും പുറത്തു പോയി കഴിയുമ്പോൾ. കാരണം ചിലപ്പോൾ ശത്രുക്കളൊക്കെ ഏത് വിധേയനാ വരുന്നതെന്ന് അറിയത്തില്ല. ശത്രുക്കളൊക്കെ ചിലപ്പോൾ പതുങ്ങിയിരിക്കും ആക്രമിക്കാനായിട്ട്. ആ ഒരു പേടി കനകയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് നവ്യെ അറിയണത് നന്ദു രക്ഷപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നവ്യക്ക് ഭയങ്കര സന്തോഷമായി. കൃത്യസമയത്ത് തന്നെ തനിക്ക് വിവരങ്ങൾ കൊടുക്കാൻ പറ്റി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടേന്ന്. പക്ഷേങ്കിൽ അടി കിട്ടിയത് നാഗേന്ദ്രനായിരുന്നു. നാഗേന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദു ഓടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന. നന്ദു രക്ഷപ്പെട്ടു, ആദർശ വന്ന് രക്ഷപ്പെടുത്തിയെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ഉറപ്പായി. കൃത്യമായിട്ട് ആരൊക്കെയോ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാഗേന്ദ്രന് ഗുണ്ടകളെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ, നിന്നെയൊക്കെ എന്തിനാ പിന്നെ അങ്ങോട്ട് വിട്ടെ? എന്റെ പൊന്നു സാറേ, അവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടേന്നറിയാം, ഞങ്ങൾക്ക് മാത്രം അറിയുള്ളൂ. എടാ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ ഒന്നും കൊടുത്തിട്ടില്ലോ. അതിന് സാറിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എങ്കിലും അത് മതി, ഇനി രക്ഷപ്പെടാൻ നോക്ക്. ഇനി അവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെയൊക്കെ കഥ കഴിയുമെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു രക്ഷപ്പെട്ടു പോയിരിക്കുക. അവളെ എളുപ്പത്തെ തീർക്കാന്ന് കരുതിയിരുന്ന, പക്ഷെ ആ പ്രതീക്ഷ അസ്തമിച്ചു പോയി. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അഭി അറിയുവാണ് നന്ദു രക്ഷപ്പെട്ടെന്നുള്ള. അപ്പോഴേക്കും അഭി നാഗേന്ദ്രനെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛാ, അവൾ അത്ര നിസ്സാരക്കാരിയായിട്ട് കാണലെന്ന്. അവളും ആദർശവും ഒക്കെ ചേർന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ 3-4 പേര് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കാൻ ഹെൽപ്പുള്ളവളവള്. അപ്പൊ പിന്നെ അവളുടെ മുന്നിലേക്ക് 2-3 പേര് എന്നാൽ ഒന്നുമല്ല. നാഗേന്ദ്രൻ പറഞ്ഞു, അവളെ കൈകാര്യം ചെയ്തേനെ അവന്മാര്. പക്ഷെ കൃത്യസമയത്തിന് ആദർശ് വന്നോണ്ടാ. ആദർശിന് ആരാ വിവരം കൊടുത്തതെന്നറിയില്ല. ആദർശ് അറിഞ്ഞു കേട്ട് അവള് കൃത്യസമയത്ത് വരണമെങ്കിൽ ആരോ ഒരാൾ കൃത്യമായിട്ട് ഒറ്റിയിട്ടുണ്ട്. അഭി പറഞ്ഞു, അതിപ്പോ ആരായിരിക്കും, ആരാന്നറിയില്ല. ഒരു പക്ഷേങ്കില് നന്ദുവിന്റെ പിന്നാലെയോ അങ്ങനെ ആരുടെ പിന്നാലെ വല്ല പ്രൊട്ടക്ഷൻ ഉണ്ടോന്ന് പോലും അറിയില്ല. ആദർശ് അതിനെ കുറിച്ചൊന്നും നിനക്കറിയത്തില്ലാത്തോണ്ടാ. അവൻ എത്ര പെട്ടെന്ന് തന്നെ അവിടെ എത്തണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ കളികൾ നടക്കുന്നുണ്ട്. സാരമില്ല, അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ജയൻ ഫോൺ ഓണാക്കി നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന്റെ ഒരു മെസ്സേജ്, ആ ഫോട്ടോ സഹിതം. അങ്ങനെ ജയൻ ആ ഫോട്ടോ നോക്കിയിട്ട് ഇയാളെ പരിചയം ഉണ്ടോ എന്ന് ആദർശ് മെസ്സേജ് ഇട്ടേക്കുക. നോക്കിയപ്പോൾ നല്ല പരിചയം തോന്നി. ഇതാ നാഗേന്ദ്രനല്ലേ? അപ്പൊ വരച്ച ഫോട്ടോ ആയിരുന്നു സേവ് ചെയ്യാറ്. അപ്പോഴേക്ക് ദേവേനെ അങ്ങോട്ട് വന്നു. ദേവേന്റെ അടുത്ത് നിന്നിട്ട് ജയൻ പറഞ്ഞു, ദേവേ നീ നോക്കിയേ, ഈ ഫോട്ടോ കണ്ട് നിനക്ക് വല്ല പരിചയം തോന്നുന്നുണ്ടോന്ന്. അങ്ങനെ ദേവേനെ നോക്കി, ഇത് നല്ല കണ്ടുപരിചയം തോന്നുന്നുണ്ട്, ആരാന്ന്? അതെ, ഇതാ നാഗേന്ദ്രനല്ലേ എന്ന് ദേവേനി പെട്ടെന്ന് ചോദിച്ചു. അതെ, നാഗേന്ദ്രൻ തന്നെ. അല്ല, ഇതാരാ ഇട്ട് തന്നെ? ആദർശ ഇട്ട് തന്നെ. ഇയാളെ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഒന്നൊന്ന് വിളിച്ചു നോക്ക, എന്തായതാന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദർശിനെ വിളിക്കുവാണ്. ആദർശിനെ വിളിച്ചു കഴിഞ്ഞാൽ ആദർശ് കാര്യങ്ങളൊക്കെ ജയനോട് പറയും. മെയിനായിട്ടുള്ള ശത്രു ഇയാളായിരിക്കും. ഇയാളാണ് ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലുമായിട്ട്, മോഡേൺ ഹോട്ടലുമായിട്ട് ബന്ധമുണ്ട് ഇയാൾക്കാണ്. അങ്ങനെയാണെങ്കിൽ പ്രധാന ശത്രു ആരാന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയാൻ പോവാ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.